നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സോളാർ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വാണിജ്യ മന്ത്രാലയം 126% നികുതി ചുമത്താൻ കാരണം അദാനി ഗ്രൂപ്പിന്റെ ചില നടപടികളെന്ന് സൂചന. അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള 2 കമ്പനികൾ സബ്സിഡി സംബന്ധിച്ച് അമേരിക്ക നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കാത്തതും വിവരങ്ങൾ കൈമാറാത്തതുമാണ് ഈ കടുത്ത നടപടിക്ക് കാരണമായത്. അദാനി ഗ്രൂപ്പ് കമ്പനികളായ മുദ്ര സോളാർ എനർജി, മുദ്ര സോളാർ PV എന്നിവ അന്വേഷണ നടപടികളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. നിർബന്ധമായും മറുപടി നൽകേണ്ട കമ്പനികൾ വിവരങ്ങൾ നൽകാതിരുന്നതോടെ കടുത്ത ശിക്ഷാ നടപടിയിലേക്ക് US മന്ത്രാലയം കടക്കുകയായിരുന്നു. സഹകരിക്കാത്തതിനെ തുടർന്ന് സോളാർ ഉൽപ്പന്നങ്ങൾക്ക് 125.9% പ്രാഥമിക തീരുവ ചുമത്താൻ US തീരുമാനിച്ചു. ഇത് ഇന്ത്യൻ സോളാർ മേഖലയെ മൊത്തത്തിൽ ബാധിക്കും. ഇന്ത്യൻ സോളാർ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്നുവെന്നും US റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചൈനീസ് നിക്ഷേപം വിവിധ രാജ്യങ്ങളിലൂടെ ഇന്ത്യയിലെ സോളാർ നിർമ്മാണ മേഖലയിലേക്ക് എത്തുന്നുവെന്ന പരാതിയും US ഉന്നയിച്ചു. ഇന്ത്യയുടെ സോളാർ മൊഡ്യൂൾ കയറ്റുമതിയുടെ 90% അമേരിക്കയിലേക്കാണ് പോകുന്നത്. 2024 മാത്രം $792.6 ദശലക്ഷം സോളാർ ഇറക്കുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നടന്നത്. പുതിയ നികുതി നടപ്പിലാകുന്നതോടെ ഇന്ത്യൻ സോളാർ കമ്പനികൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ തിരിച്ചടിയുണ്ടാകും. അദാനി ഗ്രൂപ്പിന് പുറമെ വാരി എനർജീസ് പോലുള്ള മറ്റ് ഇന്ത്യൻ കമ്പനികൾ അന്വേഷണത്തിൽ പങ്കെടുത്തെങ്കിലും നിലവിലെ ഉത്തരവനുസരിച്ച് അവരും ഈ ഉയർന്ന നികുതി നിരക്ക് നൽകേണ്ടി വരും. വിവാദ ചിത്രം കേരള സ്റ്റോറി 2ന്റെ റിലീസ് തടഞ്ഞ് ഹൈക്കോടതി. ഹർജിക്കാരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് റിലീസ് തടഞ്ഞത്. സിനിമ മുഴുവനായി കണ്ടതിനു ശേഷം തീരുമാനമെടുക്കുമെന്നാണ് കോടതി അറിയിച്ചിരുന്നതെങ്കിലും സമയപരിധി കാരണം ടീസർ കണ്ടതിനു ശേഷമായിരുന്നു കോടതിയുടെ തീരുമാനം. 15 ദിവസത്തേക്കാണ് സിനിമയുടെ റിലീസ് കോടതി ഇടക്കാല സ്റ്റേ ഏർപ്പെടുത്തിയത്. ചിത്രത്തിന്റെ ടീസറിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വിവാദമായിരുന്നു. ഇതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി എത്തിയത്. കേരളത്തിന്റെ പേരിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയെന്നുള്ള അവകാശവാദവുമായി എത്തിയ സിനിമ ആയതിനാൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ കോടതി ഇടപെട്ടത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മേഖലയിലെ സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും വ്യക്തമാക്കി. ഭീകരവാദത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ നടന്ന ഹമാസ് ആക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ഭീകരവാദം മാനവികതയ്ക്ക് ഭീഷണിയാണ്. അതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇസ്രായേലിനൊപ്പം തന്നെ സ്വതന്ത്രവും പരമാധികാരവുമുള്ളതുമായ പലസ്തീൻ രാഷ്ട്രം വേണമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരുക്കിയ പ്രത്യേക അത്താഴ് വിരുന്നിൽ ഇന്ത്യൻ വേഷമണിഞ്ഞെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാശ്ചാത്യ ശൈലിയിലുള്ള തന്റെ പതിവ് വസ്ത്രധാരണം മാറ്റിവെച്ച് ഇന്ത്യൻ കുർത്തയും ജാക്കറ്റും ധരിച്ചാണ് നെതന്യാഹു തന്റെ സുഹൃത്തായ മോദിയെ സ്വീകരിച്ചത്. അത്താഴ് വിരുന്നിന് മുൻപ് എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ സർപ്രൈസ് എന്ന അടിക്കുറിപ്പോടെയാണ് നെതന്യാഹു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. നെതന്യാഹു ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ച് അത്താഴ് വിരുന്നിന് എത്തിയതിനെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനറൽ ആശുപത്രിയിൽ രോഗിയുടെ തലയിൽ ചക്ക വീണു. ഓമല്ലൂർ സ്വദേശി N ഗംഗാധരൻ നായർക്കാണ് പരിക്കേറ്റത്. OP വിഭാഗത്തിന് മുൻപിലുള്ള പ്ലാവിൽ നിന്നാണ് ചക്ക വീണത്. ചക്ക വീണതോടെ ഗംഗാധരൻ നായർ ബോധരഹിതനായി. തലയിലും 2 കാൽമുട്ടിലും കൈകളിലും കാൽവിരലുകളിലും പരിക്കേറ്റിട്ടുണ്ട്. ഗംഗാധരൻ നായർ ചികിത്സയിൽ തുടരുകയാണ്. രോഗിയെ ഉടൻ തന്നെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. CT സ്കാനിങ്ങിൽ കുഴപ്പമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ആശുപത്രി വളപ്പിലെ അപകട സാധ്യതയുള്ള ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി തുടങ്ങിയെന്നും മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി തേടി സോഷ്യൽ ഫോറസ്ട്രി കത്ത് നൽകിയതായും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ അടിയന്തര OP സേവനങ്ങൾ ഉൾപ്പെടെ മുടങ്ങരുതെന്ന താക്കീതുമായി ഹൈക്കോടതി. ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. കോടതിയുടെ ഇടപെടൽ തേടിയുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ പ്രതികരണം. ഒരു തരത്തിലും അടിയന്തര സേവനം രോഗികൾക്ക് നിഷേധിക്കരുത്. അത് ഉറപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPM കോൺഗ്രസ് സംഘർഷം. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾക്ക് നേരെയും പുതുയുഗ യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കണ്ണൂരിൽ പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് തീവച്ചു. CPMന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പല സ്ഥലങ്ങളിലും പ്രതിരോധിക്കുന്നത് സംഘർഷങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. കണ്ണൂർ DCC ഓഫീസിന് നേരെ ഉൾപ്പെടെ ആക്രമണം നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് നേരെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
പോലീസ് സുരക്ഷ ശക്തമാക്കി. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച 2 പ്രതികൾ കൊല്ലത്ത് പിടിയിൽ. പ്രതികളെ കൊച്ചിയിലേക്ക് എത്തിക്കും. എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ASI PS സന്തോഷിനാണ് പരിക്കേറ്റത്. ബോണറ്റിലേക്ക് വീണ സന്തോഷുമായി കാർ 20 മീറ്റർ മുന്നോട്ടേക്ക് ഓടി. സഡൻ ബ്രേക്ക് ഇട്ടതോടെ ASI തെറിച്ചു വീണു. ഇന്ന് പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. കല്ലൂർ ശാസ്താ റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ബലേനോ കാർ പോലീസുകാരെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെട്ടത്. ASI സന്തോഷിന്റെ കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റു. തുടക്കി ക്ഷതമേറ്റിട്ടുണ്ട്. കാർ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ്. എരുമേലിയിൽ അരക്കോടിയിലധികം രൂപയുടെ കള്ളപ്പണവുമായി ഒരാളെ ഡാൻസ് ഓഫ് ടീമും പോലീസും ചേർന്ന് പിടികൂടി. KSRTC ബസ്സിലെത്തിച്ച 500 രൂപയുടെ 121 കെട്ടും 200 രൂപയുടെ 1 കെട്ടുമാണ് പിടികൂടിയത്. സംഭവത്തിൽ പിടിയിലായ വ്യാപാരിയാണ്. ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച പണം പാലാ വഴി എരുമേലിയിൽ കൊണ്ടുവന്നതെന്നാണ് പിടിയിലായ പോലീസിൽ നൽകിയ വിവരം. മാവേലിക്കരയിൽ ഓടിക്കൊണ്ടിരിക്കെ KSRTC ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ ബസ് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. KSRTC ബസ് ഡ്രൈവർ പ്രദീപാണ് മരിച്ചത്. മാവേലിക്കര നടക്കാവിൽ വ്യാഴാഴ്ച രാവിലെ 9-നാണ് അപകടം. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. യാത്രക്കിടെ ഡ്രൈവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ട് ബോധം നഷ്ടമായി. ഇതോടെ നിയന്ത്രണം നഷ്ടമായ ബസ് കടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കില്ല. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.